ഇന്നത്തെ വീഡിയോ നമ്മൾ മാലിയിൽ നിന്ന് തന്നെ തുടങ്ങാം. മാലി മോൾഡീവ്സ് അല്ല, ആഫ്രിക്കയിൽ സാഹിൽ റീജിയനിൽ കിടക്കുന്ന മാലി, ബുർക്കിനോ ഫാസോ, നൈജർ, ഈ രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാൻ മാപ്പിൽ കാണിക്കുന്ന. അവിടെ ഈ മാലിയിൽ ശരിക്കും അൽ ഖയ്ദയുടെ രണ്ട് സംഘടനകളുണ്ട്, രണ്ട് പോഷക സംഘടനകൾ. അതിലൊന്ന് FLA എന്ന് വിളിക്കുന്ന ഒരു സംഘടന, അതേപോലെ JNIM എന്ന് പറഞ്ഞൊരു സംഘടന. ഈ രണ്ട് സംഘടനകളും ചേർന്നിട്ട് ഒരുമിച്ച് മാലി സർക്കാരിനെതിരെ, ഇപ്പോഴത്തെ സർക്കാർ എന്ന് പറയുമ്പോഴത്തേക്കും അത് മാലിയിൽ അങ്ങനെ ഒരു ഒഫീഷ്യലി ഒരു ഗവൺമെൻറ് ഇല്ല, അവിടെ മാർഷ്യൽ റൂൾസാണ്. അത് മാലിയിൽ മാത്രമല്ല, ബുർക്കിനോ ഫാസയിലും അതുപോലെ തന്നെ നൈജറിലും ഈ മാലിയിലും അവർ ഒരേപോലെ അവിടെ മൊത്തം പട്ടാള ഭരണമാണ്. അപ്പോൾ ഈ പട്ടാള ഭരണം നടക്കുന്നതിൽ ഈ മൂന്ന് രാജ്യങ്ങൾക്കും ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ആ അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്ത് അവർ കോപ്പറേഷൻ എഗ്രിമെൻ്റ് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആഫ്രിക്കൻ യൂണിയനിൽ പ്രവർത്തിക്കുന്ന പല സംഘടനകളെയും എതിർത്തുകൊണ്ട് ഈ മൂന്ന് രാജ്യങ്ങളും സെപ്പറേറ്റ് ആയിട്ട് അവസ്ഥയാണ്. കറപ്ഷൻ, അതുപോലെ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ കടന്നുകയറ്റം, ഡെക്കേഡ്സ് ആയിട്ട് അവരെ ഊറ്റി. ബുർക്കിനോ ഫാസോയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫ്രാൻസ് നിരന്തരം അവരുടെ അസറ്റ് മൊത്തം ഊറ്റിയെടുക്കുന്ന ഒരു രീതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിനെല്ലാം തന്നെ ഒരു എൻഡ് കാർഡ് ഇട്ടുകൊണ്ടാണ് ബുർക്കിനോ ഫാസോയിൽ ഒരു റെവല്യൂഷൻ തുടങ്ങിയത്. ബുർക്കിനോ ഫാസോയിൽ അവിടുത്തെ ലീഡർ ഇബ്രാഹിം ട്രാവറെ വളരെയധികം ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ബുർക്കിനോ ഫാസോയുടെ വളർച്ചയിൽ, നിലവിൽ ഈ മോഡേൺ ഡേയ്സിൽ ബുർക്കിനോ ഫാസോയുടെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഈ ഇബ്രാഹിം ട്രാവറെ. അപ്പം അതുപോലെ മാലി ആയിക്കോട്ടെ, നൈജർ ആയിക്കോട്ടെ, ഈ രാജ്യങ്ങളെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട്, കാരണം ബുർക്കിനോ ഫാസോയ്ക്ക് വളരെ അടുത്ത് കിടക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇത് രണ്ടും. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളെയും കൂടി സെക്യൂർ ആക്കേണ്ട ചുമതല ബുർക്കിനോ ഫാസോയ്ക്ക് ഉണ്ട്. കാരണം ഇബ്രാഹിം ട്രാവറെ വളരെ വ്യക്തമായിട്ട് വിശ്വസിക്കുന്നുണ്ട്, തൊട്ടടുത്ത് കിടക്കുന്ന അയൽ രാജ്യങ്ങളിൽ തീവ്രവാദം കടന്നു കയറി കഴിഞ്ഞാൽ അത് നമ്മളെ വളരാൻ അനുവദിക്കില്ല എന്നുള്ളത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് രാജ്യങ്ങളെയും സപ്പോർട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ച് ഈ മൂന്ന് രാജ്യങ്ങളും ഒറ്റക്കെട്ടായിട്ട് അവിടെ പട്ടാള ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭരണത്തിന് കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ തീവ്രവാദം, എൻ്റെ തൊട്ട് മുകളിൽ ഇപ്പം ബുർക്കിനോ ഫാസോയുടെ അല്ലെങ്കിൽ മാലിയുടെ, ബുർക്കിനോ ഫാസോ മാലി ഇതിൻ്റെയൊക്കെ തൊട്ട് മുകളിൽ കിടക്കുന്നത് അൾജീരിയയാണ്. അൾജീരിയ, ലിബിയ, ഈ രാജ്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ സറൗണ്ടിങ്ങിൽ കിടക്കുന്നത്. ശരിക്കും സാഹിൽ റീജിയനിൽ തീവ്രവാദത്തിൻ്റെ നല്ല രീതിയിലുള്ള ഡെപ്തുള്ള ഒരു മണ്ണാണ് ഈ സാഹിൽ റീജിയൻ. അപ്പം ഈ മാപ്പൊക്കെ കണ്ടല്ലോ, ഇതാണ് അതിൻ്റെ ജിയോഗ്രഫിക് നാച്ചർ. ആ മാലിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ആ മാലിയിൽ ഈ രണ്ട് സംഘടനകളും, ഞാൻ പറഞ്ഞ FLA അതേപോലെ JNIM, ഖയ്ദയുടെ പോഷക സംഘടനകളായിട്ട് ഈ രണ്ട് സംഘടനകളും ചേർന്ന് അവിടെ വല്ലാത്ത രീതിയിലുള്ള അതിക്രമങ്ങളും ആക്രമണങ്ങളും നടത്തുകയാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത് പ്രസിഡൻഷ്യൽ പാലസിൻ്റെ തൊട്ടപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഡിഫൻസ് മിനിസ്റ്ററുടെ വീട് കത്തിച്ച് കളഞ്ഞു. ഇപ്പോൾ ഡിഫൻസ് മിനിസ്റ്റർ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നോ, പുള്ളിക്കാരൻ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ, ആക്രമണത്തിൽ കൊല്ലപ്പെട്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല. പക്ഷേ ആ വീട് പൂർണ്ണമായിട്ടും കത്തി നശിച്ചിട്ടുണ്ട്. അതാണ് നിലവിലെ അവിടുത്തെ സാഹചര്യം. ഞാൻ വെച്ചിരിക്കുന്ന ഫൂട്ടേജ് അവിടെയുള്ള ഫൂട്ടേജാണ്. അത് ഉടനീളം അവർ തക്ബീറൊക്കെ മുഴക്കിക്കൊണ്ടുള്ള ആക്രമണം അഴിച്ചുവിടുന്ന രംഗമാണ് ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ സ്റ്റേറ്റ് ഓഫ് ഹോർമോസ് അടച്ച് ഇങ്ങനെ ആഗോളതലത്തിൽ തന്നെ ഓയിൽ വല്ലാത്ത രീതിയിൽ ഡിമാൻഡ് രേഖപ്പെടുത്തുകയും അതിൻ്റെ വില ഉയർന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് മാലിക്കുള്ളിൽ ഇതേപോലെ ഫ്യൂവൽ സ്റ്റേഷനിൽ നിന്നുള്ള എണ്ണയൊക്കെ എടുത്ത് വെറുതെ കളയുന്നത്. ഇതാണ് മാലിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ബുർക്കിനോ ഫാസോയും നൈജറും, ഈ രണ്ട് രാജ്യങ്ങളും മാലിക്കുള്ളിലേക്ക് സപ്പോർട്ടുമായിട്ട് പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്കറിയാത്തത്. ഇതുവരെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇവർ മൂന്നുപേരും തമ്മിൽ ഡിഫൻസ് എഗ്രിമെൻ്റ് ഉണ്ട് താനും. അമേരിക്കയാണെന്നുണ്ടെങ്കിൽ മാലിയിലുള്ള US പൗരന്മാർ അവർ സുരക്ഷിതരായിരിക്കണം, പുറത്തിറങ്ങരുത്, പറ്റുമെങ്കിൽ മാക്സിമം സെക്യൂർ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ താമസിക്കുക എന്നുള്ളൊരു മുന്നറിയിപ്പ് US പൗരന്മാർക്ക് കൊടുത്തിട്ടുണ്ട് US. അതായത് ഞാൻ ഈ മാപ്പിൽ കാണിക്കുന്ന 3 സ്ഥലങ്ങളിലാണ് ഒരേ സമയം ആക്രമണം നടന്നത്. താഴെ മാപ്പിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് താഴത്തെ ആ ലൊക്കേഷനിൽ കിറ്റ എന്ന് പറഞ്ഞ സ്ഥലം, അതിൻ്റെ അടുത്തതായിട്ട് കാണുന്ന ഗാവോ എന്ന് പറഞ്ഞ സ്ഥലം, അത് കഴിഞ്ഞാൽ കിഡാൽ എന്ന് പറഞ്ഞൊരു റീജിയൻ. അപ്പോൾ ഈ 3 സിറ്റികളിലാണ് അറ്റാക്ക് നടന്നിരിക്കുന്നത്. ഞാൻ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഉള്ള വാർത്തയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോമാലിയ കടൽക്കൊള്ളക്കാർ അവർ വീണ്ടും ഭീഷണി മുഴക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം അതിനെ തുടർന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ 3 അമേരിക്കൻ വാർഷിപ്പുകൾ ഈ ബാബൽ മന്ദേബ് റീജിയനിൽ ഉണ്ട്. ഈ ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ 3 വാർഷിപ്പുകൾ അവിടെ ഉണ്ട് ഈ ബാബൽ മന്ദേബ് റീജിയനിൽ. പക്ഷേ അതേസമയം സോമാലിയ, ഇത് സോമാലിയയുടെ ഗവൺമെൻറ് ആണോ ഇല്ലെങ്കിൽ സോമാലിയയിലുള്ള മറ്റ് കടൽക്കൊള്ള ടീമുകളാണോ എന്നറിയത്തില്ല, ഒരു കപ്പൽ റെഡ് സീയിലൂടെ കടന്നു വന്നുകൊണ്ടിരുന്ന ഒരു കപ്പലിനെ ഈ കൊള്ളക്കാരന്മാർ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. സോമാലിയ ഇതുവരെ ഒഫീഷ്യലി അതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ കപ്പൽ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. കപ്പലിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നുമില്ല. കിട്ടുന്ന മുറയ്ക്ക് ഞാൻ കപ്പലിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കാം. പക്ഷേ അങ്ങനെ ഒരു കപ്പലിനെ അവർ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. അതായത് സോമാലിയ പറയുന്നത് ഈ സോമാലിലാൻഡും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം, അതിനെതിരെയാണ് അവർ പ്രതിഷേധം രേഖപ്പെടുത്തിയത്.
അതിനെ തുടർന്ന് അവർ പ്രഖ്യാപിച്ചതിലാണ് ഈ ബാബൽ മന്ദേബ് തടയും എന്നുള്ള പ്രഖ്യാപനം അവർ നടത്തിയത്. അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് ഇപ്പോൾ കടൽക്കൊള്ളക്കാരന്മാർ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതൊരു അവസരമായി കണ്ടുകൊണ്ട് ഇപ്പം കപ്പലുകൾ റാഞ്ചിക്കൊണ്ട് പോവാണ്. അപ്പോൾ ആദ്യത്തെ കപ്പൽ അവർ റാഞ്ചിക്കൊണ്ട് പോയിട്ടുണ്ട്. ഇപ്പം അടുത്ത് ഇവിടെ ഒരു ക്ലാഷ് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ സൊമാലിയയുടെ ഈ പ്രവൃത്തി ശരിക്കും തൊട്ടപ്പുറത്ത് എരിത്രിയ കിടപ്പുണ്ട്. ഇപ്പോൾ എരിത്രിയ ശരിക്കും പറഞ്ഞാൽ സൊമാലിയയ്ക്ക് എതിരായിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ഈ അവസരം മുതലാക്കിക്കൊണ്ട് എരിത്രിയയുമായിട്ടൊരു പ്രശ്നം സൊമാലിയ ഉണ്ടാക്കി കഴിഞ്ഞാൽ സൊമാലിലാൻഡ്, എത്യോപ്യ പോലത്തെ രാജ്യങ്ങളൊക്കെ അതിനെതിരെ രംഗത്ത് വരും. അതുപോലെ തന്നെ എരിത്രിയയുമായിട്ടുള്ള പ്രശ്നം ഈജിപ്തിന് പണ്ടേ ഉള്ളതാണ്. അത് വേറൊരു ചരിത്രപരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഈജിപ്റ്റ് എരിത്രിയക്കെതിരെ ഇറങ്ങും, അവിടെ തുർക്കി ഇറങ്ങും. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ആഫ്രിക്കൻ റീജിയനിൽ വലിയ രീതിയിലുള്ള ക്ലാഷ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓൾറെഡി ഇവിടെ സ്റ്റേറ്റ് ഓഫ് ഹോർമോസ് വലിയ ബുദ്ധിമുട്ടിലാണ്. അതിനെ തുടർന്ന് ഇപ്പം ബാബൽ മന്ദേബിലും ഒരു വിഷയം ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ റെഡ് സീയിലൂടെയുള്ള ട്രാൻസ്പോർട്ട്, അതായത് സൂയസ് കനാൽ വഴി റെഡ് സീയിൽ എത്തിപ്പെട്ട് അവിടെ നിന്ന് ബാബൽ മന്ദേബ് വഴി അറേബ്യൻ സീയിലേക്ക് എത്തിപ്പെടുന്ന ആ ഒരു വാട്ടർ വേ ഉണ്ടല്ലോ, ആ വേയിൽ തടസ്സങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പം തന്നെ എണ്ണയ്ക്കും ഗ്യാസിനും നല്ല വിലയാണ്. അപ്പം അത് വല്ലാത്ത രീതിയിൽ ഉയർന്നു പോകും എന്നുള്ളതിൽ ഒരു ഡൗട്ടും വേണ്ട. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. ഇറാന്റെ ഒരു ടീം, അബ്ബാസ് അറക്ചി മാത്രമല്ല കുറച്ച് ഡെലിഗേറ്റ്സും കൂടി കൊണ്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ അവിടെ പാകിസ്ഥാന്റെ പാനലുമായിട്ട് ഇരുന്ന് ചർച്ച നടത്തിയിട്ടുണ്ട്. വിശദമായ ചർച്ചയാണ് നടത്തിയത്. ഈ പാകിസ്ഥാനിലേക്ക് ഞാൻ ചർച്ചയ്ക്കല്ല പോകുന്നത്, ഞാൻ പാകിസ്ഥാന്റെ പാനലുമായിട്ട് ഇരുന്ന് ചർച്ച നടത്തിയിട്ടുണ്ട്. വിശദമായ ചർച്ചയാണ് നടത്തിയത്. ഈ പാകിസ്ഥാനിലേക്ക് ഞാൻ ചർച്ചയ്ക്കല്ല പോകുന്നത്, ഞാൻ പാകിസ്ഥാന്റെ പാനലുമായിട്ട് ഇരുന്ന് ചർച്ച നടത്തിയിട്ടുണ്ട്. വിശദമായ ചർച്ചയാണ് നടത്തിയത്. ഈ പാകിസ്ഥാനിലേക്ക് ഞാൻ ചർച്ചയ്ക്കല്ല പോകുന്നത്, ഞങ്ങൾ ജസ്റ്റ് ബൈലേറ്ററൽ റിലേഷൻഷിപ്പിന്റെ പേരിലാണ് ഞങ്ങൾ പോയത് എന്നാണ് അബ്ബാസ് അറക്ചി പറഞ്ഞു വെച്ചത്. പക്ഷേ എന്നാൽ ബൈലേറ്ററൽ എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിനൊന്നുമല്ല. അതിൻ്റെ പേരിൽ അവർക്ക് പറയാനുള്ള 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവാം. അതേസമയം ചർച്ചയ്ക്ക് വന്നില്ല എന്നുള്ളൊരു പേര് ഒഴിവാക്കാനും പറ്റും. അബ്ബാസ് അറക്ചി ഉൾപ്പെടുന്ന ഇറാന്റെ ഡെലിഗേറ്റ്സ് പാകിസ്ഥാനിൽ വന്ന് ഇറങ്ങിയത്. പക്ഷേ ഇവിടെ ശരിക്കും അമേരിക്കയെ നാണം കെടുത്തിയതുപോലെ, അപമാനിച്ചതുപോലെ ആയിപ്പോയി അബ്ബാസ് അറക്ചിയുടെ ഇത്തവണത്തെ വരവ്. തീവ്ര നിലപാടുള്ള IRGC മെമ്പേഴ്സിനെ ഒന്ന് കൺവിൻസ് ചെയ്യാനും, നമ്മൾ പോകുന്നത് നമ്മുടെ റെഗുലർ വിസിറ്റിന്റെ പേരിലാണ്. ഇതിനു മുമ്പും ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള അബ്ബാസ് അറക്ചി പലതവണ പാകിസ്ഥാൻ സന്ദർശിക്കുകയും കൃത്യമായ ഇടവേളകളിൽ പല രാജ്യങ്ങൾ സന്ദർശിക്കുന്ന വ്യക്തിയുമാണ്. അപ്പം അതുകൊണ്ട് ആ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് തുടരേണ്ടതുണ്ട് എന്നുള്ള ഒരു രീതിയിൽ അവിടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയിട്ടാണ് പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ഗാലിബാഫും അതേപോലെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാനും അബ്ബാസ് അറക്ചിയും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് അബ്ബാസ് അറക്ചി പാകിസ്ഥാനിലെത്തിയത്. അതേസമയം പാകിസ്ഥാൻ അബ്ബാസ് അറക്ചിയുടെ വരവിനെ കൃത്യമായിട്ട് അമേരിക്ക അറിയിച്ചു കൊടുത്തു. ഉടനെ തന്നെ അമേരിക്കയിൽ നിന്നും സ്റ്റീവ് വിറ്റ്കോഫും ജെറാദ് കുഷ്ണറും പാകിസ്ഥാനിലേക്ക് ഫ്ലൈറ്റ് കയറി. അങ്ങനെ ഫ്ലൈറ്റ് കയറി പാകിസ്ഥാനിൽ വന്ന് ഇറങ്ങി എന്നാണ് അറിയുന്നത്. പാകിസ്ഥാനിൽ വന്ന് ഇറങ്ങുന്നതിൻ്റെ ഒരു അരമണിക്കൂറിന് മുമ്പ് അബ്ബാസ് അറക്ചിയും ടീമും ഫ്ലൈറ്റ് കയറി പാകിസ്ഥാൻ വിടുകയാണ്. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ ഇത് ശരിക്കും അപമാനിക്കുന്ന തരത്തിലാണ് ഇറാൻ പെരുമാറിയിരിക്കുന്നത് അമേരിക്കയുടെ അടുത്ത്. അപ്പം ഇതിനെ തുടർന്ന് ട്രംപ് ഉടനെ തന്നെ അമേരിക്കൻ ഡെലിഗേറ്റ്സ് പാകിസ്ഥാനിൽ എത്താത്തതുപോലെയും, അതുപോലെ ട്രംപ് സസ്പെൻഡഡ് ഇറാൻ സ്റ്റോക്ക് എന്നുള്ള നിലയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറക്കുകയാണ് ചെയ്തത്. അത് ശരിക്കും മുഖം രക്ഷിക്കൽ പരിപാടിയാണ്. കാരണം അമേരിക്കയെ ധിക്കരിച്ചുകൊണ്ട്, അമേരിക്കയുടെ വാക്കിന് വില കൽപ്പിക്കാതെ, അമേരിക്കയുടെ അടുത്ത് സംസാരിക്കാൻ തയ്യാറാവാതെ ഇറാൻ മടങ്ങി പാകിസ്ഥാനിൽ നിന്നും. ഇത് വല്ലാത്ത രീതിയിൽ ട്രംപിനെ വേദനിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും യുദ്ധം ഏത് നേരത്ത് വേണമെങ്കിലും തുടങ്ങാം എന്നുള്ള അവസ്ഥയിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിലുള്ള US ബേസുകളെല്ലാം തന്നെ ഹൈ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതാണ് നിലവിലെ സാഹചര്യം. ഒരുപക്ഷെ ഞായറാഴ്ച ഇന്ന് ഒരു അവധി ദിവസമായതുകൊണ്ട് തന്നെ ഒരു ബ്രേക്കൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഏത് നേരത്ത് വേണമെങ്കിലും ആക്രമണം തുടങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇസ്രായേലും റെഡി മൊമെന്റിൽ തന്നെയാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിലും നാളെ രാവിലെ തന്നെ ഒരു ഫ്രഷ് മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡെവലപ്മെന്റ്സ് ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. ഇപ്പം അമേരിക്ക വന്നാലും ഇറാൻ ഇൻഡയറക്റ്റ് ആയിട്ടാണ് നെഗോഷിയേറ്റ് ചെയ്യുന്നത്. പിന്നെ അതിനകത്ത് ഇവരവിടെ തുടരുന്നതിലും മടങ്ങുന്നതിലും വലിയ വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഈ ചർച്ച എന്നുള്ള പേരിൽ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഡെഫിനേഷന് ഒരു പെർഫെക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അമേരിക്കയും ഇറാനും ഒരേ സ്പോട്ടിൽ അവിടെ ആ ഒരു ടൈമിൽ അവിടെ ഉണ്ടാവണം. അപ്പോൾ അതാണ് ഇവർ ചർച്ച എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ചർച്ച ഇതുവരെ നടന്നിട്ടില്ല. ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജ മെലോണി അവർ പറഞ്ഞിരിക്കുന്നത് സ്പെയിനെ നാറ്റോയിൽ നിന്നും പുറത്താക്കാൻ ഞാൻ സമ്മതിക്കില്ല. സ്പെയിനിന് ഫുൾ സോളിഡാരിറ്റി, ഫുൾ സപ്പോർട്ട്. നാറ്റോയിൽ അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല. അങ്ങനെ ഒരു ലോയും ഉപയോഗിച്ചുകൊണ്ട് സ്പെയിനെ നാറ്റോയിൽ നിന്ന് പുറത്താക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇറ്റലിയുടെ നിലപാട് സ്പെയിനോടൊപ്പമാണ്. സ്പെയിനെ അനുകൂലിച്ചുള്ള നിലപാടാണ് ഇറ്റലിയിലെ ജോർജ മെലോണി എടുത്തിരിക്കുന്നത്. സ്പെയിൻ്റെ ലീഡറായിട്ടുള്ള പെഡ്രോ സാൻഡേഴ്സ് പറയുന്ന എല്ലാ വിഷയങ്ങളെയും ഞാൻ അനുകൂലിക്കുന്നു എന്നല്ല എൻ്റെ അർത്ഥം.
അതായത് നാറ്റോയിൽ നിന്നും സ്പെയിനിനെ പുറത്താക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ സ്പെയിനിനോടൊപ്പമാണ്, അതങ്ങനെ പുറത്താക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇറ്റലിയുടെ നിലപാടെന്നാണ് ജോർജിയ മെലോണി പറഞ്ഞിരിക്കുന്നത്. തുർക്കി പറഞ്ഞിരിക്കുന്നത് നാറ്റോ രാജ്യങ്ങൾ ആരും തന്നെ വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അമേരിക്കയോടൊപ്പം തുർക്കി ഇറങ്ങും. സ്റ്റേറ്റ് ഓഫ് ഹോർമോസിൽ കുഴിച്ചിട്ടിരിക്കുന്ന മൈനുകളെല്ലാം തന്നെ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് തുർക്കി പ്രതിജ്ഞാബദ്ധരാണ്. ഞങ്ങൾ വളരെ ശക്തമായി തന്നെ അമേരിക്കയോടൊപ്പം ഇറങ്ങി മൈനുകൾ നീക്കം ചെയ്യുന്നതിനുള്ള സഹായം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹക്കാൻ ഫിദാൻ, തുർക്കിയുടെ ഫോറിൻ മിനിസ്റ്റർ. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതുവരെ അമേരിക്ക തന്നെ മൈൻ നീക്കം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എഫക്റ്റീവായിട്ട് അകത്തോട്ട് ഇറങ്ങിയിട്ടില്ല. അവർ നീക്കം ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 6 മാസം എടുക്കുന്ന പ്രോസസ്സാണ് എന്നൊക്കെയാണ് അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് തുർക്കി ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ട് വെച്ചിട്ട് ഗോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ കളിക്കാൻ ആൾക്കാരേ ഇല്ല, എന്നാലും തുർക്കി മാത്രം സെൽഫ് ഗോൾ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തുർക്കി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്, നല്ലതാണ് മൈൻ നീക്കം ചെയ്യാൻ ആര് ഇറങ്ങി വന്നാലും നല്ലത് തന്നെയാണ്. കാരണം അതൊരു ട്രേഡ് റൂട്ടാണ്. അവിടെയൊക്കെ മൈൻ കുഴിച്ചിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വൃത്തികെട്ട പരിപാടിയാണ്. മിസൈല്, തോക്ക്, മലപ്പുറം കത്തിയൊക്കെ ഉണ്ടെന്നല്ലേ പറയുന്നത് ഇറാൻ. എന്നാൽ പിന്നെ അത് വെച്ചിട്ട് അറ്റാക്ക് നടത്തൂ. ഞാൻ ചോദിക്കട്ടെ, ഇറാൻ്റെ വാർഷിപ്പ് ഇപ്പോഴും സ്റ്റേറ്റ് ഓഫ് ഹോർമോസിൽ ഇറാൻ്റെ വാതിൽപ്പടിയിൽ തന്നെയാണല്ലോ കിടക്കുന്നത്. എന്നാൽ പിന്നെ അതിനെ അറ്റാക്ക് ചെയ്യണോ? നീ എന്തിനു പിന്നെ ഇവിടെ മൈനുകൾ കുഴിച്ചിടുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? പലതരത്തിലുള്ള സ്പീഡ് ബോട്ടുകൾ ഉണ്ടെന്നൊക്കെയല്ലേ പറയുന്നത്. എന്നാൽ പിന്നെ നേരെ ഒരു 10 എണ്ണത്തിൽ ബോംബ് വെച്ച് അമേരിക്കയുടെ കപ്പലുകൾക്ക് നേരെ അയക്കൂ. അതാണല്ലോ ചെയ്യേണ്ടത്. അതിന് പകരം പാവങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആഹാരം കൊണ്ടുപോകുന്ന, ചരക്ക് നീക്കം ചെയ്യുന്ന കപ്പലുകൾ, എണ്ണ കൊണ്ടുപോകുന്ന കപ്പലുകൾ, ഇതിനെയൊക്കെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ ഇറാൻ 2 കപ്പലുകളെ ഇന്ന് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് ഓഷൻ ജെറ്റ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ കപ്പലും പിന്നൊരു കപ്പൽ അൺനൗൺ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പേര് വ്യക്തമല്ല. പക്ഷേ ഇവിടെ ഓഷൻ ജെറ്റ് എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ രജിസ്റ്റേർഡ് കപ്പൽ ഇന്ന് സ്റ്റേറ്റ് ഓഫ് ഹോർമോസിലൂടെ കടന്നു വന്നിട്ടുണ്ട്. ഈ ഓഷൻ ജെറ്റ് എന്ന് പറഞ്ഞ കപ്പൽ ഇറാൻ കടത്തിവിടാനുള്ള കാരണമായിട്ട് പറയപ്പെടുന്നത്, ഈ ഓഷൻ ജെറ്റ് എന്ന് പറഞ്ഞ കപ്പൽ അമേരിക്ക സാങ്ഷൻസ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കപ്പലാണ്. അപ്പോൾ അത് അവർ അമേരിക്കയ്ക്ക് ഒരു പരീക്ഷണമായിട്ട് കടത്തിവിട്ടതാണോ എന്നുള്ള രീതിയിലുള്ള നരേറ്റീവും കൂടിയുണ്ട്. അതായത് അമേരിക്ക സാങ്ഷൻ ഏർപ്പാടാക്കിയിരിക്കുന്ന കപ്പൽ അവരുടെ കൺമുന്നിൽ കൂടെ എണ്ണ കൊണ്ടുപോകുമ്പോൾ അമേരിക്ക അതിനെ പിടിക്കുന്നുണ്ടോ, അവരെ സീസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറാൻ ഈ കപ്പലിനെ മനഃപൂർവ്വം കടത്തിവിട്ടതാണ് എന്നും ചിലർ പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇന്ത്യക്ക് വരേണ്ട കപ്പലാണ് അത്. സ്റ്റേറ്റ് ഓഫ് ഹോർമോസ് കടന്ന് അമേരിക്കയുടെ ചെക്ക് പോയിന്റും കടന്ന് ഇന്ത്യയിലേക്ക് എത്തുകയാണത്. ലെബനാൻ സീസ് ഫയറുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ലെബനാനുമായിട്ട് എത്ര തവണ ചർച്ച നടത്തിയാലും ഹെസ്ബുള്ള അതിനെ എപ്പോഴും അട്ടിമറിക്കാനാണ് നോക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ലെബനാനുമായിട്ടുള്ള ചർച്ച ഒരിക്കലും ഒരു തീരുമാനത്തിൽ എത്താതെ പോകുന്നത് എന്നുള്ളൊരു എക്സ്പ്ലനേഷനാണ് ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്ന് വരുന്നത്. അതായത് ഇസ്രായേൽ ശരിക്കും പറഞ്ഞാൽ അമേരിക്ക തന്നെ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ലെബനാനുമായിട്ടുള്ള പ്രശ്നം ഒരു കാലത്തും പരിഹരിക്കാൻ പറ്റാതെ ഇങ്ങനെ തുടരുന്നത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇസ്രായേൽ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ കട്ട് എക്സ്പ്ലനേഷനാണ്. പറഞ്ഞിരിക്കുന്ന വിഷയം വളരെ വ്യക്തമാണ്. കാരണം എപ്പോഴും ഹെസ്ബുള്ള അതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് ലെബനാനുമായിട്ട് ഒരു പെർമനന്റ് സീസ് ഫയർ അത്ര എളുപ്പമല്ല. കാരണം ലെബനൻ അല്ല ഇവിടുത്തെ പ്രശ്നം, ലെബനൻ ഗവൺമെൻറ്റും അല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം ഹെസ്ബുള്ളയാണ്. പിന്നെ ലെബനൻ്റെ ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതിന് കാരണം ഹെസ്ബുള്ളയ്ക്ക് ഡോമിനേഷൻ ഉണ്ട് ലെബനൻ്റെ ഉള്ളിൽ. അതിന് വകവെച്ച് കൊടുത്തതാരാണ്? ലെബനൻ ഗവൺമെൻറ്. ലെബനൻ ഗവൺമെൻറ്റിൻ്റെ കഴിവുകേട് കൊണ്ടാണ് ഹെസ്ബുള്ള ലെബനൻ്റെ ഉള്ളിൽ പൂർണ്ണ ആധിപത്യം നേടുന്നത്. അപ്പോൾ അങ്ങനെ ആധിപത്യം നേടിയ ഒരു തീവ്രവാദ ഗ്രൂപ്പ്, ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പ്, അതിനെ കൃത്യമായിട്ട് കൗണ്ടർ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് ലെബനാൻ ഗവൺമെൻറ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനകത്തൊന്നും ചെയ്യാനില്ല. സോ എത്ര തന്നെ നമ്മൾ ശ്രമിച്ചാലും ഹെസ്ബുള്ള ഈ ചർച്ചയെ അട്ടിമറിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ നിലപാട്. അതുകൊണ്ട് ഇസ്രായേൽ തുടർച്ചയായിട്ട് ലെബനാൻ്റെ ഉള്ളിൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ലെബനാൻ സീസ് ഫയർ, ലെബനാൻ ചർച്ച, ലെബനാനുമായിട്ട് വെടിനിർത്തൽ, ഇതിനൊന്നും യാതൊരു പ്രസക്തിയില്ല എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി നമ്മൾ നേരെ റഷ്യയും ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നോക്കി കഴിഞ്ഞാൽ, റഷ്യ ശക്തമായ രീതിയിൽ ഉക്രൈൻ്റെ ഉള്ളിൽ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഏതാണ്ട് 680 ഡ്രോണുകളാണ് ഇന്നലെ റഷ്യ ഉക്രൈനിലേക്ക് അയച്ചത്. ആക്രമണത്തിൽ ഒരു ഡ്രോൺ റൊമാനിയയുടെ ഉള്ളിൽ വന്ന് പതിച്ചിട്ടുണ്ട്. റൊമാനിയ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ മാപ്പിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾ നോക്കിക്കോണം. റൊമാനിയ എന്ന് പറയുമ്പോഴത്തേക്കും അത് നാറ്റോ രാജ്യമാണ്. അപ്പോൾ അതായത് മോൾഡോവ, റൊമാനിയ ഇതെല്ലാം തന്നെ ഉക്രൈനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന രാജ്യങ്ങളാണ്. പണ്ടെങ്ങാണ്ട് റഷ്യ മിസൈൽ വിട്ട സമയത്ത് ഉക്രൈനിൽ മിസൈൽ പതിച്ച് അതിൻ്റെ കല്ല് തെറിച്ച് റൊമാനിയയുടെ ഉള്ളിൽ വന്ന് വീണെന്ന് പറഞ്ഞിട്ട് നാറ്റോ രാജ്യങ്ങളെല്ലാം തന്നെ ഭയങ്കരമായിട്ട് റഷ്യക്കെതിരെ ഞങ്ങൾ ഇപ്പോൾ പോയി റഷ്യയെ കത്തിച്ച് കളയുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ഇപ്പോൾ എന്തായാലും ഒരു ഡ്രോൺ തന്നെ വന്ന് പതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആർട്ടിക്കിൾ 5 ഏത് തരത്തിൽ ഉപയോഗിക്കാൻ പോകുന്നു, ആർട്ടിക്കിൾ 5, 6, 7 എല്ലാം കൂടി ഒരുമിച്ച് ഉപയോഗിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല. പക്ഷേ ഇതാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം. ഇപ്പോൾ ഇനിയിപ്പം നാറ്റോ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് റഷ്യക്കെതിരെ ശക്തമായ രീതിയിൽ ഇനി യൂറോപ്യൻ പാർലമെന്റിലും അതേപോലെ നാറ്റോ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ഇപ്പോൾ ഇറങ്ങിത്തിരിക്കും. അപ്പോഴത്തേക്കും പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ സ്ഥിതിഗതികൾ. അപ്പോൾ ഇപ്പം ഓൾറെഡി തന്നെ അമേരിക്കയുടെ കൂടെ ചേരാത്തതിന് യൂറോപ്പിനോടും നാറ്റോയോടും ട്രംപ് കട്ട കലിപ്പിലിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ വിഷയവുമായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല.
അങ്ങനെ പോയി കഴിഞ്ഞാൽ ട്രംപ് പറയും നിങ്ങൾ മര്യാദയ്ക്ക് ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ റഷ്യയോടൊപ്പം ചേർന്ന് നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുമെന്ന് വരെ പറഞ്ഞു കളയും ട്രംപ്. അതാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം. അപ്പോൾ അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ എഫക്റ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യത വളരെ കുറവാണ്. ഇനി റൊമാനിയയിലല്ല, ഇനി പോളണ്ടിൽ വന്ന് ഡ്രോൺ പതിച്ചാലും ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നാറ്റോ രാജ്യങ്ങൾ തന്നെ അവരുടെ ആ ഒരു സ്ട്രക്ചറിനെ വീക്കൻ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് അവർ പോകുന്നത്. അപ്പോൾ എന്തായാലും കുറേ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് ആണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.